ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ കർമ്മധീരരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ജനാധിപത്യ മതേതര ചിന്തകന്മാരെ, നിങ്ങൾക്കേവർക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ആദ്യമായി ആമുഖമായി നേരുകയാണ്. പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ബഹുമാന്യനായ MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതുമായി ബന്ധപ്പെട്ട് പാർട്ടി രാജ്യവ്യാപകമായി ഇവിടെ ഇന്ന് ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യ സംഗമങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചി എന്നുള്ള ഒരു വിഷയം ഉയർത്തി അത് രാജ്യവ്യാപകമായിട്ടൊരു പ്രതിഷേധം സംഘടിപ്പിച്ച് അത് ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശമല്ല ഞങ്ങൾ ഇതിലൂടെ ഉയർത്തുന്നത്. ഞങ്ങൾ ഇതിലൂടെ ഉയർത്തുന്നത് ഞങ്ങൾ കാലങ്ങളായി പാർട്ടി രാജ്യത്തെ ജനങ്ങളോട്, ഈ രാജ്യത്തെ അധികാര വിഭാഗത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, ചില വസ്തുതകളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് ഇന്ത്യ രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഭരണകൂടത്തെ, അതല്ലെങ്കിൽ സംഘപരിവാര ഭരണകൂടത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ ശക്തികളെ ഭരണകൂടത്തിന്റെ ഉപകരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അത് ED ആകട്ടെ, NIA ആകട്ടെ, CBI ആകട്ടെ എന്നു വേണ്ട നമ്മുടെ ഭരണകൂടത്തിന്റെ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേട്ടയാടി അറസ്റ്റ് ചെയ്ത് അവരുടെ ശബ്ദത്തെ നിയന്ത്രിക്കാമെന്നും തങ്ങൾക്ക് വരുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കാമെന്നുള്ള മൂഢമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് വ്യാപകമായി പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ, അതിന്റെ നേതാക്കന്മാരെ, സാമൂഹിക മതസംഘടന, മനുഷ്യാവകാശ പ്രസ്ഥാന, പൗരാവകാശ പ്രസ്ഥാന നേതാക്കന്മാരെ, പ്രവർത്തകരെയൊക്കെ BJP എന്ന വംശീയ രാഷ്ട്രീയ ഭീകര പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം മൃഗീയമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ആ വേട്ടയാടലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാണ് SDPയുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ ഒരു കള്ളക്കേസ് ചുമത്തി ജയിലിൽ അടച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത. നമ്മൾക്കറിയാം ആരാണ് രാജ്യം ഭരിക്കുന്നത്. അവർ കഴിഞ്ഞ 2 ടേമായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദിയുടെ 1ാം ഘട്ടവും 2ാം ഘട്ടവുമാണ് രാജ്യം അഭിമുഖീകരിക്കുന്നത്. ഈ 2 ഭരണഘട്ടത്തിലും RSS വിഭാവനം ചെയ്യുന്ന അജണ്ടകൾ കൃത്യമായി അവർ എഴുതി വച്ചത് ഇന്ത്യ രാജ്യത്ത് വളരെ വ്യവസ്ഥാപിതമായിട്ട് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിലൊരു അണുമണി തൂക്കം അവരെന്തായിട്ടില്ല, പിന്നാക്ക് പോയിട്ടില്ല. നമ്മൾ പലപ്പോഴും UAPയെ കുറിച്ച് പറയുമ്പോൾ, ഇവിടത്തെ ന്യൂനപക്ഷ വേട്ടയെ കുറിച്ച് പറയുമ്പോൾ, ഇവിടത്തെ ആൾക്കൂട്ടക്കൊലകളെ കുറിച്ച് പറയുമ്പോൾ, RSSന്റെ വംശീയത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഈ രാഷ്ട്രീയം, ഈ SDP രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും പല സമയങ്ങളും ഒറ്റക്ക് നിന്ന് പറയേണ്ടതായി വന്നിട്ടുണ്ട്. ഇവിടുത്തെ പല ആളുകളും, പ്രതിപക്ഷ പാർട്ടികൾ, പല പ്രസ്ഥാനങ്ങളും പലപ്പോഴും ഇത് ഏറ്റെടുക്കാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് 2025
നമ്മൾ ഇവിടെ നിന്ന് ഒരുമിച്ച് രാജ്യത്തെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശബ്ദിക്കുമ്പോൾ ഇന്നെല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഓരോ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മുടെ രാജ്യം വളരെ അപകടത്തിലാണ്, നമ്മുടെ ഭരണഘടന വളരെ അപകടത്തിലാണ്, നമ്മളുടെ മതേതരത്വം വളരെ അപകടത്തിലാണ്, നമ്മളുടെ മതനിരപേക്ഷത രാജ്യത്ത് തകർന്നിരിക്കുന്നു, നമ്മളുടെ ഫെഡറലിസം തകർന്നിരിക്കുന്നു, നമ്മളുടെ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു എന്ന് ഇന്ന് ആർക്കും ഒരു സംശയമില്ല. കാരണം എന്താ? നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണ്. BJP എന്ന് പറഞ്ഞാൽ RSSന്റെ ഒരു ഉൽപ്പന്നമാണ്. RSS ജന്മം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് BJP. അപ്പൊ അവർ നടപ്പിലാക്കുന്നത് അവരുടെ താല്പര്യമാണ്, അവരുടെ അജണ്ടയാണ്. ആ അജണ്ടകളാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഒന്നൊന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് അവർ രാജ്യത്ത് ബജറ്റുകൾ നിർമ്മിക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ് അവർ രാജ്യത്ത് പദ്ധതികൾ അവർ വിഭാവനം ചെയ്യുന്നത്. ഇവരാണ് നരേന്ദ്രമോദി വന്നിട്ട് എന്താണ്, കള്ളപ്പണം വെളുപ്പിക്കും, രാജ്യത്തെ കള്ളപ്പണം ഞങ്ങൾ വെളുപ്പിക്കുമെന്ന് പറഞ്ഞു. അവരൊരു സുപ്രഭാതത്തില് ഒരു നവംബർ 8-ാം തീയതി രാത്രി അർദ്ധരാത്രി, എല്ലാം അർദ്ധരാത്രിയിലാണ് നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. നമ്മുടെ രാജ്യത്തെ മുഴുവൻ കറൻസി പിൻവലിച്ചു, നോട്ട് പിൻവലിച്ചു, പുതിയ നോട്ട് കൊണ്ടുവന്നു. നമ്മുടെ രാജ്യത്ത് കള്ളനോട്ടുണ്ട്, ആ കള്ളനോട്ട് ഇല്ലാതാക്കാൻ ഞങ്ങൾ ഇതാ പുതിയ നോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ 2025 ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അവലോകനം നടത്തുമ്പോൾ അവർ തന്നെ പാർലമെന്റിലും രാജ്യസഭയിലും പ്രഖ്യാപിക്കുന്നു, പൂർണ്ണാർത്ഥത്തിൽ ഈ രാജ്യത്ത് കള്ളപ്പണം പിൻവലിക്കാൻ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കള്ളപ്പണം ആരുടെ കയ്യിലാ? ആരുടെ കയ്യിലാണ് കള്ളപ്പണം എന്നുള്ളത് രാജ്യം ഓരോ ദിവസം തോറും പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. കള്ളപ്പണം സംരക്ഷിക്കുന്ന ആളുകളെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു BJP സർക്കാർ. നമുക്കറിയാം, ഇപ്പൊ നേരത്തെ അനീഷ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, കള്ളപ്പണവും BJPയുടെ എന്താണ് കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടിട്ട്. ഇന്നലെയും ഇന്നും വാർത്താ മാധ്യമങ്ങൾ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടകര കുഴൽപ്പണമാണ്. ഈ കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടിട്ട് ED ഇപ്പോൾ കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് എന്താണ്, കുറ്റപത്രം എന്താണ് കൊടുത്തിട്ടുള്ളത്? അതിൽ BJPയുടെ പേര് പറയുന്നില്ല. കൊടകര കുഴൽപ്പണം യഥാർത്ഥത്തില് ED BJPയുടെ നേതാക്കന്മാർക്ക് രക്ഷാകവചം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ആ രക്ഷാകവചം ഒരുക്കുന്ന റിപ്പോർട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്നലെ കോടതിയിൽ അവർ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾക്ക് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 2021 2 കേസാണ് അതിലുള്ളത്. ഒന്ന് കേരളത്തിലെ നമ്മുടെ പോലീസ് അന്വേഷിച്ച ഒരു കേസും, രണ്ടാമത് ഒരുപാട് പ്രക്ഷോഭങ്ങൾക്കും ഒരുപാട് ആവശ്യങ്ങൾക്ക് ശേഷം പേരിനെന്നോളം ED അതിലൊരു അന്വേഷണം നടത്തി. ആ അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ പറയുന്ന കഥ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചിരി വരും. ഞാൻ പറഞ്ഞത് ഈ കേസ് തന്നെ നിലനിൽക്കില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് നിലനിൽക്കുന്നത്. കേരള പോലീസ് അന്വേഷിച്ചു, വളരെ കൃത്യമായി കണ്ടു. ഇതിവിടുത്തെ ദൃശ്യമാധ്യമങ്ങളോ രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്നതല്ല. തൃശൂർ ജില്ല, ഞാൻ തൃശൂർ ജില്ലക്കാരനാണ്. തൃശൂർ ജില്ലയിലെ BJPയുടെ ജില്ലാ ഓഫീസിലെ അവിടുത്തെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സതീഷ് തിരൂർ എന്ന് പറഞ്ഞ ഓഫീസ് സെക്രട്ടറി പത്രമാധ്യമങ്ങളോട്, ലോകമാലയരോട് വളരെ കൃത്യമായി വിശദീകരിച്ചു. ചാക്ക് കണക്കിന് പണം BJP ഓഫീസിലേക്ക് കൊണ്ടുവന്നു എന്ന്. അതിൽ 3 ചാക്ക് പണം ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ആ 3 ചാക്ക് പണമാണ് എന്താണ് കൊടകരയില് പിടിക്കപ്പെടുന്നത്. അത് കൊടുത്ത ആഴ്ച ആളുകളുടെ പേരുണ്ട്, ആ വണ്ടി ഓടിച്ച ആരാണെന്നുള്ളതുണ്ട്, അതെവിടേക്കാണ് കൊണ്ടുപോയതെന്നുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ കണക്കുണ്ട്, വളരെ കൃത്യമാണ്. ഇപ്പോൾ അത് നമ്മളെ കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. അതിൽ കൊടുത്താഴ്ച ആൾ ആദ്യം വിളിക്കുന്നത്, പിടിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ വിളിക്കുന്നത് BJPയുടെ
സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേന്ദ്രനെയാണ്. അങ്ങനെ BJPയുടെ നേതാക്കന്മാരുടെ പേര് നീളുകയാണ്. ഇത് നമ്മുടെ കേരള പോലീസ് കണ്ടെത്തി, തെളിവ് സഹിതം കണ്ടെത്തിയതാണ്. എന്നാൽ ആ കേസ് അന്വേഷിക്കാൻ പലവട്ടം നമ്മുടെ അന്വേഷണ ഏജൻസിയും പല പ്രക്ഷോഭങ്ങളൊക്കെ പല ആളുകളും നടത്തിയിട്ടും ആദ്യഘട്ടത്തിലൊന്നും ED ഈ കേസ് അന്വേഷിക്കാൻ തയ്യാറായില്ല. അവസാനം കേസ് അന്വേഷിച്ചു. ഞാനിത് സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് EDയുമായി ബന്ധപ്പെട്ടുള്ള കേസ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി. അന്യായമായി STPയുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് EDയാണ് അറസ്റ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത് ED നമ്മളുടെ ഒരു അന്വേഷണ ഏജൻസിയാണ്. EDയുടെ നിഷ്പക്ഷത, അവരുടെ സത്യസന്ധത, അവരുടെ നിയമവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതിബദ്ധത നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഒരു കാലഘട്ടത്തിൽ CBI ആണ് പറഞ്ഞത് കൂട്ടിലടച്ച തത്ത എന്ന് CBI ആണ് പറഞ്ഞിരുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന്റെ ആജ്ഞകൾക്കനുസരിച്ച് അവരുടെ അജണ്ടകൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു തത്തയായിട്ട് ED മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ ഏറ്റവും പ്രബലമായ ഒരു ഉദാഹരണം, ഏറ്റവും അടുത്തുള്ള ഒരു ഉദാഹരണമാണ് ഇന്നലെ ED കോടതിയിൽ കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച റിപ്പോർട്ട് വായിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കേരള പോലീസ് EDയുമായി കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കേസ് നടത്തി കൃത്യമായി അതിനൊരു ചാർജ് ഷീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചാർജ് ഷീറ്റും ED ഇന്നലെ കോടതിയിൽ കൊടുത്തിട്ടുള്ള ചാർജ് ഷീറ്റും തമ്മിൽ വായിച്ചു നോക്കിയാൽ രാവും പകലും തമ്മിലുള്ള അന്തരമുണ്ട്. ED പറയുന്നത് എന്താ? കൊടകരയിൽ പിടിക്കപ്പെട്ടിട്ടുള്ള 9 കോടിയോളം രൂപ, ആ 9 കോടിയോളം രൂപ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട SNDPയുടെ അധ്യക്ഷനായ വെള്ളാപ്പള്ളി നടേശന്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളി നടേശന്റെ പേരിലുള്ള ട്രാവൻകൂർ പാലാസ് എന്ന ഹോട്ടലിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണമായിരുന്നു എന്നാണ് അതിൽ പരാമർശിക്കുന്നത്. ഞാൻ പറഞ്ഞത് കഥയുടെ ട്വിസ്റ്റ് പോണത് എങ്ങോട്ടാണെന്ന് നോക്കണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കർണാടകയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കുന്നതിന് വേണ്ടി കൊടുത്തയച്ചിട്ടുള്ള ഈ ഹവാല പണം, കള്ളപ്പണം, അതിന് കൃത്യമായത് കേരള പോലീസ് കണ്ടെത്തിയതിന്റെ രേഖകൾ എല്ലാം മുഴുവൻ കേരള പോലീസിന്റെ കൈകളുള്ളപ്പോഴാണ് മറിച്ചൊരു രേഖയുമായിട്ട് ED വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അതില് 2 രാഷ്ട്രീയമുണ്ട്. ഒന്ന് കേസ് തന്നെ ഇല്ലാണ്ടാവും, മറ്റൊന്ന് അതിൽ വെള്ളാപ്പള്ളിയെയും വെള്ളാപ്പള്ളിയുടെ മകനെയും കൂടി കൂട്ടിച്ചേർത്തപ്പോൾ എന്തായി? ആ വെള്ളാപ്പള്ളിയുടെയും മകന്റെയും പേരൂടെ കൂട്ടിച്ചേർത്തപ്പോ എന്തായി? ഇനി LDFകാരും ഉണ്ടൂല, UDFകാരും ഉണ്ടൂല. കാരണം ഇവരെന്താണ്? SNDP വലിയ ശക്തിയാണ്. അപ്പൊ അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ബാങ്ക് ചോർന്നു പോകുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോ LDF UDF എന്താവും? നിശബ്ദമാകുകയും ചെയ്യും. അതിലൂടെ ഈ കേസ് എന്തായി? ഇപ്പൊ ഈ പിടിക്കപ്പെട്ട 9 കോടി രൂപയുടെ രേഖ ആര് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്? ട്രാവൻകൂർ പാലാസ്. ട്രാവൻകൂർ പാലാസ് ആരെയാണ്? തുഷാർ വെള്ളാപ്പള്ളി നടേശന്റെയാണ്. ഈ തരത്തിലൊരു കഥ ആണ് കോടതിയിൽ ED ഇന്നലെ സമർപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ED വ്യാപകമായിട്ട് നമ്മുടെ രാജ്യത്ത് വേട്ടയാടിയിട്ടുണ്ട്. പല ആളുകളും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. എത്ര രാഷ്ട്രീയ നേതാക്കന്മാരെ വേട്ടയാടി. ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഗത്ഭരായ നേതാക്കന്മാരെ വേട്ടയാടിയില്ലേ? രാഹുൽ ഗാന്ധിയെ വിളിപ്പിച്ചിരുത്തി ED ചോദ്യം ചെയ്തില്ലേ? എത്ര ദിവസമാണ് സോണിയാഗാന്ധിയെ ED ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുവരുത്തിയത്? ഒരു ഘട്ടത്തിൽ ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്, എനിക്ക് EDയുടെ മുമ്പിൽ ഇപ്പോൾ ഹാജരാകാൻ സാധ്യമല്ല എന്ന് അവർ മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും അതൊരു പരിഗണിക്കാത്തൊരു ഘട്ടം വരെ ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തെ പ്രമുഖരായ പല ആളുകളെയും വേട്ടയാടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കുഴൽപ്പണം പോലുള്ള പല കേസുകളും ഈ രാജ്യത്ത് BJPക്കാർക്കെതിരെ ഉയർന്നു വന്നപ്പോൾ അവരുടെ ഓഫീസിലോ അവരുടെ വീട്ടിലേക്ക് ED ഉദ്യോഗസ്ഥർ കയറാത്തത്? എന്തുകൊണ്ടാണ് പേരിനെങ്കിലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതിൽ കൊടകര കുഴൽപ്പണ കേസിൽ
പരാമർശിക്കപ്പെട്ട BJP-യുടെ നേതാക്കന്മാരുള്ള അവരൊന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കാത്തത്? MK ഫൈസർ വീട്ടിലേക്ക് കയറി വന്നല്ലോ. STP-യുടെ ദേശീയ ഓഫീസിലേക്കും സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് അവർ കയറി വന്നല്ലോ. CPM-ന്റെ തൃശൂർ ജില്ലാ ഓഫീസിലേക്ക് അവർ കയറി വന്നല്ലോ. ആം ആദ്മി പാർട്ടിയുടെ നാഷണൽ ഓഫീസിലേക്ക് അവർ കയറി വന്നല്ലോ. സംസ്ഥാന ഓഫീസിലേക്ക് അവർ കയറി വന്നല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെയും NCP-യുടെയും CPM-ന്റെയും CPI-യുടെയും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രമുഖരായ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഓഫീസുകളിലേക്കും അവരുടെ വീടുകളിലേക്കും ED കയറിയില്ലേ? എന്തുകൊണ്ടാണ് BJP ഇപ്പൊ ആകെപ്പാടെ നമ്മുടെ രാജ്യത്ത് രക്ഷയുള്ള ഒരു ഭാഗം ആരാ? നമ്മുടെ രാജ്യത്ത് രക്ഷയുള്ള ഒരു ഭാഗം ആരാ? ഒന്നിലെ BJP-കാരനാകണം, അതല്ലെങ്കിൽ BJP-കാരെ പിന്തുണക്കുന്ന അവർക്ക് സംഭാവന കൊടുക്കുന്ന കച്ചവടക്കാരായി മാറണം. അങ്ങനത്തെ ആളുകൾക്ക് മാത്രമാണ് നമ്മുടെ രാജ്യത്ത് രക്ഷയുള്ളൂ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാലോ, NCP-യുടെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനും കുതന്ത്രജ്ഞൻ എന്നൊക്കെ പറയപ്പെടുന്ന ശരത് പവാറിന്റെ മരുമകൻ അജിത് പവാറിനെ ED വേട്ടയാടി കോടിക്കണക്കിന് രൂപയാണ് ഫൈൻ ഇട്ടത്. അവസാനം NCP-ന്ന് പൊട്ടി പുറത്തു വന്ന് BJP-യിൽ ചേർന്നൊരു പുതിയ കക്ഷി ഉണ്ടാക്കി NDA കക്ഷിയിൽ അംഗമായി. NDA കക്ഷി അംഗമായതിനു ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്കോ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കോ ഒന്നും പിന്നെ ആര് വന്നിട്ടില്ല? ED വന്നിട്ടില്ല, ED പോയിട്ടില്ല. നമുക്കറിയാം, ആസാം മുഖ്യമന്ത്രി ഹേമന്ത് ശർമ്മ കോൺഗ്രസിന്റെ പ്രഗത്ഭനായ നേതാവായിരുന്നു. ശാരദ ചിട്ടീസ് ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി കേസിൽ നിരന്തരമായിട്ട് ED വേട്ടയാടി. അവസാനം എന്തായി? കോൺഗ്രസ് അയാൾ ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചപ്പോൾ എന്തായി? BJP-യിൽ അംഗത്വം സ്വീകരിച്ചു. BJP-യിൽ അംഗത്വം സ്വീകരിച്ചോടുകൂടി ED-യുടെ കേസില്ല, ED-യുടെ പേടിപ്പിക്കലില്ല, ED-യുടെ റെയ്ഡില്ല, അറസ്റ്റില്ല, ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെ, പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ നമ്മുടെ രാജ്യത്ത് ED-യെ ഉപയോഗപ്പെടുത്തി, NIA ഉപയോഗപ്പെടുത്തി RSS ഭരണകൂടം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ MK ഫൈസി. ഈ ED-യുടെ വിശ്വസ്തത STP ചോദ്യം ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ED അത് കൂട്ടിലടക്കപ്പെട്ട സത്തയാണ്, അത് RSS-ന്റെ താല്പര്യത്തിനനുസരിച്ചാണ് അത് മുന്നോട്ട് പോകുന്നത് എന്ന് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പറയാൻ തയ്യാറായിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് 193 രാഷ്ട്രീയ കേസുകൾ ED എടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പൊതുപ്രവർത്തകർക്കെതിരെ രാഷ്ട്രീയപരമായിട്ട് 193 കേസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ഏകദേശം 5300 കേസുകളാണ് ED രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 5300 കേസുകളാണ് നമ്മുടെ രാജ്യത്ത് ED രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 193 കേസ് രാഷ്ട്രീയപരമായിട്ടുള്ള കേസാണ്. ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ആകെ 2 കേസുകളിൽ മാത്രമാണ്. 2 കേസുകളിൽ മാത്രമാണ് അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ ഇത്രയും വലിയ അന്വേഷണ ഏജൻസിയായ ED-ക്ക് സാധിച്ചിട്ടുള്ളതെങ്കിൽ എന്തിനാണ് ഒരു ED? ഇന്ന് ED വലിയൊരു സംഭവമായിട്ടാണ്. ED-ക്ക് കൂടുതൽ അധികാരം, കൂടുതൽ നിയമപരിരക്ഷ നൽകാനായിട്ട് നരേന്ദ്രമോദി സർക്കാർ എന്തായി? പുതിയ ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. സുപ്രീം കോടതി അത് അന്വേഷണത്തിന് വെച്ചേക്കാണ്, ഹിയറിംഗിന് വെച്ചേക്കാണ്. കൂടുതൽ അധികാരം കൊടുത്ത് കൂടുതൽ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കണക്കുകളൊന്നും ഒരു രാഷ്ട്രീയ ശത്രുതയ്ക്ക് വേണ്ടി പറയുന്നതല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ മാധ്യമങ്ങളോ ഏതെങ്കിലും ഒരു പത്രങ്ങളോ എഴുതിപ്പിടിപ്പിച്ച കഥകളല്ല. മറിച്ച് നരേന്ദ്രമോദി സർക്കാരിനോട് ഇവിടുത്തെ രാജ്യസഭാ അംഗങ്ങളും പാർലമെന്ററി അംഗങ്ങളും അവര് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ രേഖാമൂലം BJP-ന്റെ ഔദ്യോഗികമായ മന്ത്രിമാര് രാജ്യസഭയിലും പാർലമെന്റിലും ED-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തതാണ്.
അപ്പൊ ഇ ഡിയുടെ വിശ്വസ്തതയെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് STPI പറയുന്നത് MK ഫൈസിക്കെതിരെ എടുത്തിട്ടുള്ള കേസ് കള്ളക്കേസാണ്, അത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഈ പ്രസ്ഥാനത്തിനെ കൂച്ചുവിലങ്ങിടാനാണ്, ഇതിന്റെ മുന്നോട്ട് പോക്കിന്റെ പ്രയാണത്തെ തടയിടാനാണ് എന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം എന്താ, 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ MK ഫൈസിയുടെ പേരിൽ ഇട്ടിട്ടുള്ള കള്ളപ്പണ കേസ് എന്ന് പിന്നെ ഇ ഡി പറയുന്ന ഒരു കേസ്. എന്താണ്? പോപ്പുലർ ഫണ്ടുമായി നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുണ്ട് MK ഫൈസിക്ക് എന്നുള്ളൊരു കേസ്. അതൊരു കള്ളക്കേസാണ്. 2 വർഷങ്ങൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത് 2.5 വർഷം 3 വർഷമായി PFI പോപ്പുലർ ഫണ്ടിനെ ഇവിടെ രാജ്യത്ത് നിരോധിച്ചിട്ട്. 2 വർഷത്തിന് മുമ്പാണ് ഈ കേസ് MK ഫൈസിയുടെ പേരിൽ ഇടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ MK ഫൈസിക്ക് ഇ ഡി നോട്ടീസ് കൊടുത്തു, പല ഘട്ടങ്ങളിൽ നോട്ടീസ് കൊടുത്തു. ആ പല ഘട്ടങ്ങളിലൊക്കെ ഒരു നിയമപരമായിട്ടുള്ള ഒരു നിയമ സംവിധാനമായിട്ടുള്ള നിയമവിധേയമായിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക്, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്ന നിലക്ക്, രാജ്യത്തിന്റെ ഒരു അന്വേഷണ ഏജൻസി എന്ന നിലക്ക് അവരുടെ മുമ്പേ ഹാജരാകുകയും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ്, ഒരു പൊതുപ്രവർത്തകനാണ് MK ഫൈസി. അങ്ങനെ കടന്നുപോയി, കുറെ നാളുകൾ കടന്നുപോയി. തമിഴ്നാട്ടിൽ 3 ദിവസം അടുപ്പിച്ച് MK ഫൈസിയെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ. അതേ പോയിരുന്ന MK ഫൈസി ഇ ഡി ഓഫീസിൽ പോയിരുന്നു. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ ചോദിക്കുന്ന രേഖകൾ സമർപ്പിച്ചു. ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാം, നിലവിൽ കുഴപ്പമില്ല എന്ന് ഇ ഡി പറഞ്ഞയച്ചു. അങ്ങനെയാണ് ഈ അവസാനം കഴിഞ്ഞ മാർച്ച് 3-ാം തീയതി ഡൽഹി ഓഫീസിൽ ഹാജരാകണമെന്ന് വീണ്ടും MK ഫൈസിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് കേരളത്തിൽ നിന്ന് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലെ ഊരാച്ചിപ്പടി എന്നൊരു ചെറിയ ഗ്രാമത്തിൽ ഉള്ള STPI എന്ന പ്രസ്ഥാനത്തിന് ഇന്ത്യ രാജ്യത്ത് ഇന്ന് മുഴുവൻ സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചിരുന്ന ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുള്ള MK ഫൈസി എന്നറിയപ്പെടുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ഇ ഡിയുടെ മുമ്പിൽ ഹാജരാകുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. അവിടെ നിന്നാണ് നാടകീയമായ അറസ്റ്റ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തിന് ഇ ഡി ഉദ്യോഗസ്ഥർ വന്നു. ഇ ഡിയുടെ ഓഫീസിൽ ഹാജരാകാൻ പോകുന്ന ആളാണ് കേട്ടോ. ഇ ഡിയുടെ ഓഫീസിൽ ഹാജരാകാൻ പോകുന്ന ആളെ എയർപോർട്ടിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. എന്നിട്ട് പത്രക്കാർക്ക് കൊടുക്കുന്ന ഇ ഡി കൊടുക്കുന്ന പത്ര റിലീസ് എന്താ, അതിസാഹസികമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് MK ഫൈസി അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്, ബാംഗ്ലൂരിൽ നിന്ന് പത്രമാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ കേസ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് നമ്മൾക്ക് STPI സംബന്ധിച്ചിടത്തോളം ഒരു MK ഫൈസിയെ ഈ കള്ളക്കേസ് കൊടുത്ത് ജയിലിൽ അടച്ചാൽ ഈ പ്രസ്ഥാനം ഇല്ലാതാകുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫൈസിമാരെ ഈ രാജ്യത്ത് സംഭാവന ചെയ്യാനും സംഭാവന ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ഭരണകൂടങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഭരണകൂടത്തിന്റെ മുമ്പിൽ, ഭരണകൂട വേട്ടയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കി തലകുനിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരല്ല STPI എന്ന് മനസ്സിലാക്കണം. കാരണം എന്താ, ഞങ്ങളുടെ മടിയിൽ കനമില്ല. ഞങ്ങൾ വഖഫ് ഭേദഗതി ബില്ല്, നോട്ട് നിരോധനം, അങ്ങനെ ഭരണഘടനാപരമായ ഭരണഘടനയെ വിശ്വസിക്കുന്ന ആളുകളും നിശബ്ദരായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ ഈ രാജ്യത്ത് വഖഫ് സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. രാജ്യത്തെ മുഴുവൻ ഈ പാർട്ടിയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും വഖഫ് സംരക്ഷണ സമിതി ഉണ്ടാക്കി, മണ്ഡലം തലങ്ങളിൽ സമിതി ഉണ്ടാക്കി. STPIക്കാരും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും പള്ളി കമ്മിറ്റി ആളുകളും സാമൂഹ്യ പ്രവർത്തകരും ഈ സമിതിയിൽ അംഗങ്ങളായി. ഈ സമിതിയുടെ നേതൃത്വത്തിൽ വഖഫ് സമ്മേളനങ്ങൾ നടത്തി. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ വലിയ മഹാസമ്മേളനങ്ങളും വലിയ റാലികളും നടത്തി. ഇന്ന് NDA ഭരണകൂടത്തിനെ താങ്ങി നിർത്തിക്കൊണ്ടിരിക്കുന്ന നിതീഷ് കുമാറിന്റെ ബീഹാറിലും ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ ആന്ധ്രയിൽ ഉൾപ്പെടെ 10,000ങ്ങളെ അണിനിരത്തിക്കൊണ്ട്
STPI വഖഫ് ബില്ല് വഖഫ് ഭേദഗതി ബില്ല് 2024 വലിയ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ആ പ്രക്ഷോഭമാണ് ആ സമരമാണ് MK ഫൈസയെ അറസ്റ്റിലേക്ക് നയിച്ചത് എന്നത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. MK ഫൈസ ഒരു സാധാരണക്കാരനാണ്. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വർഷങ്ങളായിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ഇവിടുത്തെ സാധാരണക്കാരനായ മനുഷ്യരോട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ്, ഒരു പൊതുപ്രവർത്തകൻ. ഇവിടുത്തെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇവിടുത്തെ ദലിതുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇവിടുത്തെ ക്രൈസ്തവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇവിടുത്തെ മതമുള്ളവനും മതമില്ലാത്തവനും സാധാരണക്കാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10-75 വർഷമായിട്ട് എവിടെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്? എവിടെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വികസനം ഉണ്ടായിട്ടുള്ളത്? എന്ത് പുരോഗമനമാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്? ഇന്നും പട്ടിണി മാറിയിട്ടുണ്ടോ? ഇന്നും വിവേചനം മാറിയിട്ടുണ്ടോ? ഇന്നും ജാതീയത മാറിയിട്ടുണ്ടോ? ഇന്ത്യയുടെ ഭരണഘടന പറയുന്ന തുല്യ അവകാശമെന്ന, തുല്യനീതി എന്ന ഈ രാജ്യത്തിന്റെ സമ്പത്ത് ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങൾക്കും തുല്യമായി വീതിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ സംഘാടനത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവാണ് MK ഫൈസ. അപ്പൊ ആ MK ഫൈസയെ ഇല്ലാതാക്കുക, ആ MK ഫൈസയെ ഇല്ലാതാക്കിയതിലൂടെ ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുക എന്നാണ് പലരും ധരിച്ചിട്ടുള്ളത്. ഇപ്പോ ഞാൻ ചുരുക്കുകയാണ്. ഇപ്പോ കഴിഞ്ഞ MK ഫൈസയുടെ അറസ്റ്റിന് ശേഷം രാജ്യവ്യാപകമായിട്ട് പാർട്ടിയുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്തു. ചില പ്രവർത്തകരുടെ വീട്ടിൽ റെയ്ഡ് ചെയ്യും. എന്താണ് ആ ഓഫീസിൽ നിന്ന് കിട്ടിയത്? പത്രമാധ്യമങ്ങൾ ഘോരം അവിടുന്ന് ഭയങ്കര രാജ്യദ്രോഹപരമായിട്ടുള്ള വസ്തുതകൾ പിടിച്ചെടുത്ത രീതിയിൽ ചാനൽ ചർച്ച വാർത്തകൾ വന്നത്. എന്താ പിടിച്ചെടുത്തത്? പോസ്റ്റർ പിടിച്ചു. പോസ്റ്റർ എന്താണ്? പിണറായി സർക്കാർ വിലക്കയറ്റത്തിനെതിരെ വില വർദ്ധിച്ചപ്പോൾ പാലിനും വെള്ളത്തിനും വൈദ്യുതിക്കും, നരേന്ദ്രമോദി സർക്കാർ ഗ്യാസിന് വില വർദ്ധിച്ചപ്പോൾ, നരേന്ദ്രമോദി സർക്കാർ പൗരത്വം നിഷേധിച്ചപ്പോൾ, UAPക്കെതിരെ, ബാബരി മസ്ജിദ് വിഷയത്തിൽ, അങ്ങനെ STPI പൊതുസമക്ഷം ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്റുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലഘുലേഖകൾ, പിന്നെ ജനങ്ങളിൽ നിന്ന് കളക്ഷന് വേണ്ടി സ്വീകരിക്കുന്ന റെസീറ്റ് ബുക്കുകൾ, ഇതാണ് രാജ്യവിരുദ്ധ രാജ്യദ്രോഹം എന്തോ സംഗതിയാണെന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങൾ കൊട്ടിഘോഷിക്കപ്പെടുന്നു. നമ്മൾ അതിലൊന്നും നമ്മൾ ബേജാറാകുകയോ ഭയപ്പെടുകയോ ചെയ്തിട്ട് ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾ വളരെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്ന പുസ്തകമാണ്. സാധാരണക്കാരുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന്റെ നേതാക്കന്മാരാണ്, അതിന്റെ പ്രവർത്തകരാണ്. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഐക്യപ്പെടാനാണ് ഈ രാജ്യത്തെ മുഴുവൻ പൗരസമൂഹത്തെയും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നു, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാരമാണ്. അത് അപകടമാണ്. അവർ ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക്, ഒരു ഭാഷ, ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു സംസ്കാരം എല്ലാം ഒന്നിലേക്ക് ചുരുക്കുന്ന ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് അവർ ചുവടുറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ രാജ്യത്ത് പുതിയ ബില്ലുകൾ കൊണ്ടുവരുന്നു. ആ ബില്ലുകളൊക്കെ ഭരണഘടനാ വിരുദ്ധമാണ്. ഞാൻ ഒറ്റ സംഗതി പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. വഖഫ് ബില്ല്, സഹോദരിമാരെ, വഖഫ് ബില്ലിന് നമ്മൾ മഹാസമ്മേളനം നടത്തി. നമ്മൾ അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. നമ്മളിത് പ്രാദേശികമായിട്ടും ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് പാർട്ടി വീണ്ടും തീരുമാനിച്ചത്. ഇന്നലെ ചേർന്നിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി, നമ്മുടെ തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്നിട്ടുള്ള പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി എന്നിട്ടാണ് വ്യാപകമായിട്ട് വഖഫ് വിഷയവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ്. കാരണം എന്താ? വഖഫ് വിഷയം ഇനി ഭരണകൂടം പാർലമെന്റിൽ ചുട്ടെടുക്കുന്ന ബില്ലുകളിലൂടെയാണ് ഇവിടത്തെ ജനങ്ങളുടെ അവകാശത്തെ ഇനി കവർന്നെടുക്കുന്നത്. നമുക്കറിയാം, ബാബരി മസ്ജിദ് തച്ച് തകർത്തത് RSSകാർ ഒരു കർസേവയിലൂടെയായിരുന്നു. പക്ഷെ ഇനി അന്ന് പാർലമെന്റും അന്ന് സൈന്യവും ജുഡീഷ്യറിയും മുഴുവൻ സംവിധാനങ്ങളും നോക്കി നിൽക്കെ RSSകാർ ബാബരി മസ്ജിദ് തച്ചു തകർത്തു. ആരും തടയാനുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അവർ നമ്മളുടെ പൗരത്വം ചോദിക്കുന്നു. അവർ നമ്മുടെ പള്ളികൾ, മസ്ജിദുകൾ ചോദിക്കുന്നു. അവർ നമ്മളുടെ കബറിടങ്ങൾ ചോദിക്കുന്നു. അവർ നമ്മളുടെ ചർച്ചുകൾ ചോദിക്കുന്നു.
അതിന് അവർ അത് ചോദിക്കുന്നത് എങ്ങനെയാണ്? ബുൾഡോസർ രാജിലൂടെ. അത് നമ്മളുടെ പാർലമെന്റിലും രാജ്യസഭയിലും ചുട്ടെടുക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് രാജ്യത്ത് ചുട്ടെടുക്കുന്ന നിയമങ്ങളിലൂടെയാണ്, ബില്ലുകളിലൂടെയാണ് അത് അപ്പൊ അവർക്ക് എന്ത് വേണ്ട? ഒരു കർസേവയും വേണ്ട, ഒരു സൈന്യവും വേണ്ട, ഒരു പട്ടാളവും ഒരു RSSകാർ കുറുവടിയും ടൗസറും ഇട്ട് ഏന്തിയിട്ട് ബാബറി മസ്ജിദ് പിടിച്ചെടുത്തതുപോലെ ഇനി ഒരു പള്ളിയും പിടിച്ചെടുക്കാൻ, ഒരു ചർച്ചും പിടിച്ചെടുക്കാൻ അവർ വരില്ല. പകരം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ, ഫെഡറലിസത്തിന്റെ സംവിധാനങ്ങളുടെ, പോലീസിനെ, സൈന്യത്തിനെ, ജുഡീഷ്യറിയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റിൽ ചുട്ടെടുക്കുന്ന ബില്ലുകളിലൂടെ, നിയമങ്ങളിലൂടെയായിരിക്കും ഇതെല്ലാം ഇനി അവർ നമ്മളിൽ നിന്ന് പിടിച്ചെടുക്കാൻ അവർ തയ്യാറാകുക. അതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ SDPI ഉയർത്തുന്ന ഈ ഭരണഘടനാപരമായ ഈ ജനാധിപത്യ പോരാട്ടമുണ്ടല്ലോ, ആ ജനാധിപത്യ പോരാട്ടത്തിനുള്ള പിന്തുണയാണ് ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ചോദിക്കുന്നത്. അതിന്റെ ആ ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രവർത്തനത്തിന്റെ, രാജ്യത്തിന്റെ സംവിധാനങ്ങളെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഭരണകൂടത്തിന്റെ ഈ ജനവിരുദ്ധമായ ഈ വേട്ടക്കെതിരെ, ഈ നിയമവിരുദ്ധമായ ഈ വേട്ടക്കെതിരെ ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അണിനിരക്കണം, പിന്തുണക്കണം, അഭിവാദ്യം ചെയ്യണമെന്നാണ് ഇതില് എനിക്ക് നിങ്ങളോടും ഇവിടെ അഭിവാദ്യം ചെയ്യാനായിട്ടും നമ്മളുടെ ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുള്ള മാന്യ പ്രമുഖരായ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാരോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് നിങ്ങളുടെ പിന്തുണയും ഈ സമര ഉജ്ജ്വല പോരാട്ടം ഒരു SDPയുടെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്തതിലുള്ള ഒരു പ്രതിഷേധം എന്ന നിലക്ക് മാത്രമായിട്ട് ഇതിനെ നിങ്ങൾ ചുരുക്കി കാണാതെ, ഇത് നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ടു പോക്കിനുള്ള, നമ്മുടെ മതേതരത്വത്തിന്റെ, മതനിരപേക്ഷതയുടെ, നമ്മുടെ ഭരണഘടനയുടെ മുന്നോട്ടു പോക്കിനുള്ള, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനായിട്ടുള്ള ഒരു പോരാട്ടമായി കണ്ടുകൊണ്ട് ഇതിനോട് ഐക്യപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു.